നാലുകെട്ട് എം.ടി. വാസുദേവൻ നായർ ഭാഗം 14. നാട്ടിലെ ആളുകൾക്ക് മുഴുവൻ അമ്പരപ്പായിരുന്നു. ചിലർ പുഴവക്കത്ത് തന്നെ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. വെള്ളം കയറുന്നുണ്ടോ എന്നറിയാൻ. പുഴ കർക്കിടകത്തിലും തുലാമാസത്തിലും നിറയാറുണ്ട്. പക്ഷേ ഇത്ര അപകടസ്ഥിതിയിലേക്ക് എത്താറില്ല. കഴിഞ്ഞ കൊല്ലം പൂമാൻ തോട്ടിലേക്ക് വെള്ളം കയറും എന്ന നില വന്നു. പിന്നെ മഴ നിലച്ചു. വെയിലും വെക്കാനവും ഉണ്ടായി. പാടം മുഴുവൻ വിരിപ്പുവിള നിറവയറായി നിൽക്കുകയാണ്. റോഡ് പൊട്ടിയാൽ പാടം മുഴുവൻ വെള്ളത്തിനടിയിൽ. വേഗത്തിൽ വെള്ളമൊഴിഞ്ഞാൽ തന്നെയും ചിങ്ങത്തിൽ കൊയ്തെടുത്ത് കളത്തിൽ കൊണ്ടുവന്നിട്ടാൽ നെല്ല് മുഴുവൻ പതിരായിരിക്കും. പുഴവക്കത്തുള്ള കണ്ടങ്ങളിൽ മണൽ വീഴാതിരിക്കേയില്ല. ഒരു നിലം തീറെടുക്കാനുള്ള പണം ചെലവഴിച്ചാലേ പിന്നെ മണൽ കോരി കണ്ടം താഴ്ത്താൻ കഴിയും. നിരത്തിലും പീടികകളിലും ആളുകൾ ഭയപ്പെട്ടിരിക്കുകയാണ്. ഉച്ച തിരിയുമ്പോൾ മഴ നിലച്ചു. ആകാശത്ത് അല്പം വെളിച്ചം കണ്ടു. ആളുകൾക്ക് തെല്ല ആശ്വാസമായി. 2 ദിവസം മഴയില്ലാതെ വെയിലുണ്ടായാൽ മതി, രക്ഷപ്പെടും. പക്ഷേ 6-7 നാഴിക രാവ് ചെന്നപ്പോൾ ആകാശത്തു നിന്ന് കൂട്ടുകതിന പോലെ ഇടിമുഴങ്ങി. ഒരു ചാറൽ മഴ ചറപറേ വീഴാൻ തുടങ്ങി. അതോടൊപ്പം ഒരു കാറ്റും. മൂത്താച്ചി കിടന്നുകൊണ്ട് സ്വയം സമാധാനിക്കാൻ പറഞ്ഞു. കാറ്റുണ്ടാവണത് നല്ലതാ, കാറ് കൊണ്ടോയിക്കോളും, മഴ സാരണ്ടാവില്ല. പക്ഷേ പാറക്കുട്ടി അതിനെപ്പറ്റി ആയിരുന്നില്ല ആലോചിച്ചിരുന്നത്. എവിടെയാവും അപ്പുണ്ണി കിടക്കുന്നത്? പുറത്തെ ഇറയത്ത് ഇടിയും കാറ്റുമുള്ളപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിലോ? ഈശ്വരാ! ആകാശത്ത് വീണ്ടും ഒച്ചപ്പാടുണ്ടായി. ഇപ്പോൾ കാട്ടുപൂച്ചകൾ കടുപിടി കൂടുകയാണെന്നേ തോന്നും. ഉരുണ്ടുരുണ്ടു പോകുന്ന ഒരു മുരളൽ, അവസാനം കണ്ണഞ്ചിക്കുന്ന ഒരു മിന്നലും, വീണ്ടും ഉച്ചത്തിൽ പൊട്ടിത്തെറിക്കുന്ന പോലെ ഇടിവെട്ടി. നാരായണ നാരായണ! മൂത്താച്ചി നാമം ജപിക്കാൻ തുടങ്ങി. പാറുക്കുട്ടി എഴുന്നേറ്റ് ഉയർത്തി വെച്ചിരുന്ന പരമ്പുതടുക്ക് താഴ്ത്തിയിട്ട് ജനാലയടച്ചു. കാറ്റിൻ്റെ ശക്തി കൂടി വരികയാണ്. വാഴത്തലപ്പുകൾ ഉലയുന്നു. ചാറൽ മഴയ്ക്ക് കരുത്തുകൂടി. കാറ്റും മഴയും മത്സരിക്കുകയാണെന്ന് തോന്നി. മേൽപ്പുരയിൽ വീഴുന്ന മഴവെള്ളത്തിൻ്റെ കനത്ത ശബ്ദം വർദ്ധിച്ചു വന്നു. ജനാലയ്ക്ക് മുന്നിൽ തൂക്കിയ തടുക്കിൻ്റെ വക്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗത്തിലൂടെ നോക്കിയാൽ എങ്ങും ഇരുട്ടിൻ്റെ കടലാണ്. ആകാശത്തിലെ മുരളലും മഴയുടെ ഇരമ്പലും തൊടിയിൽ അങ്ങിങ്ങായി നിൽക്കുന്ന കുറ്റിവാഴകൾക്കിടയിലൂടെ പായുന്ന കാറ്റിൻ്റെ ചിഹ്നം വിളിയും എല്ലാം കൂടി അവൾക്ക് വല്ലാത്ത ഒരു ഉൾക്കിടിലമുണ്ടായി. പുറത്തെ ഇരമ്പുന്ന ഇരുട്ടിൻ്റെ കടലിലേക്ക് ജനൽപ്പഴുതിലൂടെ നോക്കിയിരിക്കുമ്പോഴായിരിക്കും ഒരു മിന്നൽ. കാളരാത്രിയുടെ കാവൽക്കാരെ പോലെ വൃക്ഷങ്ങളുടെ കറുത്ത രൂപങ്ങൾ ഒരു നിമിഷം തെളിയുന്നു. വീണ്ടും ഇരുട്ട്. കണ്ണിൽ ഇരുട്ടിൻ്റെ കടൽ ഇരമ്പി വന്നു. കൊടുങ്കാറ്റാണ് ഇളകിയിരിക്കണ എൻ്റെ കുട്ടിയെ, ഇക്കുറി വായുമണ്ഡല! മൂത്താച്ചി കണ്ണു തുറക്കാതെ പറഞ്ഞു. പാറുക്കുട്ടി ചിമ്മിനി കത്തിച്ച് തലക്കെടുത്ത് കാറ്റിൻ്റെ ഗതിയിൽ നിന്ന് അകറ്റി വെച്ചു. മൂത്താച്ചി കണ്ണടച്ച് മലർന്നു കിടന്ന് ധൃതിയിൽ നാമം ജപിക്കുകയാണ്. തോട്ടത്തിൽ ഒരു മടൽ വീഴുന്ന ശബ്ദം കേട്ടു. അധികം താമസിക്കുന്നതിന് മുമ്പ് മുറ്റത്തെ ഓമമരം കടപുഴങ്ങി ഒരു വാഴക്കൂട്ടത്തിനിടയിലേക്ക് ഇരമ്പി വീഴുന്നതും കേട്ടു. മൂത്താച്ചി കണ്ണു തുറന്നു. ഭയം കൊണ്ട് ആകെ പരവശമായിരുന്നു അവരുടെ നോട്ടം. പാറൂട്ടിയെ, നമ്മൾ ഈ പെര അമർന്ന് ചോട്ടിൽ പെടുവോ? പേടിക്കാതിരുന്നോളൂ മൂത്താച്ചി. നാരായണ നാരായണ നാരായണ! ജനാലപ്പഴുതിലൂടെ പെട്ടെന്ന് തിരക്കി കയറിയ കാറ്റ് ചിമ്മിനി ഊതിക്കെടുത്തി. മൂത്താച്ചിയുടെ നാമജപം കുറെ കൂടി ഉച്ചത്തിലായി. പുറത്തെ ഇരമ്പലിൽ നിന്ന് വേറിട്ടൊരു ശബ്ദം കേട്ടുവോ എന്ന് പാറുക്കുട്ടി സംശയം തോന്നി. ഉവ്വോ! അവൾ ചെവിടോർത്തു. ഉവ്, ആരോ വിളിക്കുന്നുണ്ട്. അവൾ ശ്രദ്ധിച്ചു. വീണ്ടും വിളക്ക് കത്തിച്ചു. മൂത്താച്ചിയോട് പറഞ്ഞു, ആരോ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് മൂത്താച്ചിയെ. മൂത്താച്ചി കണ്ണു തുറന്നുവെങ്കിലും നാമജപം നിർത്താതെ അങ്ങനെ തന്നെ കിടന്നു. പുറത്തെ ഇരുമ്പുന്ന കൊടുങ്കാറ്റിനേക്കാളും പാറുക്കുട്ടിക്ക് ഭയം വളർത്തിയത് മൂത്താച്ചിയുടെ ആ നാമജപമായിരുന്നു. സംശയിച്ചുകൊണ്ട് ഉമ്മറവാതിൽ അല്പം തുറന്നു. അപ്പോൾ കോലായിൽ നനഞ്ഞു കുതിർന്ന് ആമനുമ്മ തൊപ്പിക്കുടയും റാന്തലുമായി നിൽക്കുന്നു. പാറൂട്ടിയമ്മയെ, കഷ്ടത്തിലായില്ലോ. എന്താ ഉമ്മ? ആമനുമ്മയുടെ ദേഹത്തു നിന്ന് വെള്ളം കോലായിൽ ഇറ്റു വീഴുന്നുണ്ട്. അവർ കിതയ്ക്കുന്നു, കരയുന്നുമുണ്ട്. ഇപ്പളേ മാപ്പിള കൂരോയിന്ന് വന്നത്, നിരത്തിപ്പ പൊട്ടും, വേഗം ഒഴിച്ചു പോണ്. എവിടേക്കാ പോവുക ഉമ്മ? എവിടേക്കെങ്കിലും കുന്നുംപുറത്ത് ആരുടെയെങ്കിലും കുടിയിലേക്ക് പോവുക. എൻ്റെ കുട്ടികളുണ്ട്, സാമാനൊക്കെ കെട്ടണ്. കോയോളിയും കാടോളിയും എന്താ ചെയ്യാന്ന വിചാരം? പാറുക്കുട്ടി അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് ആമനുമ്മ തിരക്കൂട്ടി. വേഗം നോക്കി അമ്മക്കുട്ടിയെ, ഇത്തിരി കൈനാലത്തെ സ്ഥിതി പടച്ചോനെ തിരിയുള്ളൂ. ഞാൻ എവിടേക്കും പോണില്ല ഉമ്മ. നിങ്ങൾക്ക് ഭ്രാന്താ? വേഗം നോക്കിയിടുന്നു. കുണ്ടുങ്ങക്കാരെ പെണ്ണുങ്ങളും കുട്ടികളും ഒഴിച്ച് ആണുങ്ങളും കന്നിനെയും പൈക്കളെയും കൊണ്ടുപോവുക.
വേലിക്കപ്പുറത്തെ വഴിയിലൂടെ മഴയത്ത് നീങ്ങുന്ന റാന്തലുകളുടെ വെളിച്ചത്തിൽ കെട്ടുകളും ഭാണ്ഡങ്ങളുമായി ആളുകൾ പോകുന്നത് കാണാം. എന്താ പാറൂട്ടിയമ്മേ നിൽക്കണ്? ഉമ്മ, മിക്ക എവിടേക്കും പോവണ്ട, ഉമ്മ പോയിക്കോളി. ആമിനുമ്മ അന്തം വിട്ടു നിന്നു. പടച്ചോനെ, എന്താ ഈ കേക്കണ്? ഞാൻ ഇല്ല ഉമ്മ, ഉമ്മ പൊക്കോളി. വേലിക്കൽ നിന്ന് ആമിനുമ്മയുടെ മൂത്ത മകൻ വിളിക്കുന്നു. ഇങ്ങോട്ട് വേഗം വരി ഉമ്മ. പാറുക്കുട്ടിയമ്മേ. ഉമ്മ പോയിക്കോളി, മൂത്താച്ചിയും പോന്നോട്ടെ. മൂത്താച്ചി കരിമ്പടവും പുതച്ച് കൂനി പിടിച്ച് ഉമ്മറത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. എൻ്റെ മുറുക്കാൻ വെട്ടി കൊട്ടിലില്ല ഉമ്മ. ഉമ്മയ്ക്ക് ചൊടി കയറി. മിണ്ടാണ്ടിരുന്നോളിയും തള്ളേ, മനസ്സും പ്രാണം കിട്ടാൻ പായുമ്പോൾ ആ മുറുക്കാൻ വെട്ടി. കാറ്റിൻ്റെ ഇരുമ്പലിനേക്കാൾ ഉച്ചത്തിൽ ആമിനുമ്മയുടെ മാപ്പിള അപ്പുറത്തു നിന്ന് വിളിച്ചു. ഉമ്മ പൊയ്ക്കോളി ഉമ്മ. അമ്മക്കുട്ടിയെ, നിങ്ങൾക്ക് ഇവിടെ ആരോ ഒരു തുണ? ദൈവമുണ്ട് ഉമ്മ, നിങ്ങൾ പൊയ്ക്കോളി. പടച്ച തമ്പുരാനേ, ഇന്ന് മാത്രമേ ആമിനുമ്മയ്ക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. മൂത്താച്ചിയും ആമിനുമ്മയും തൊപ്പിക്കുടയ്ക്ക് താഴെ ചുരുങ്ങി നിന്ന് ഒതുക്കിറങ്ങി. വെള്ളം തെറിച്ച് റാന്തലിൻ്റെ കുപ്പി പൊട്ടി. അകത്ത് വെള്ളം വീണിട്ടായിരിക്കണം തരിയും കേട്ടു. ആമിനുമ്മ വീണ്ടും സംശയിച്ചു നിന്നപ്പോൾ പാറുക്കുട്ടി പറഞ്ഞു, ഒന്നും വിചാരിക്കേണ്ട, ഉമ്മ ചാവാണ്ടിരുന്നെങ്കിൽ ഇനിയും തമ്മിൽ കാണാം. ഇരുട്ടിൽ അവർ കണ്ണു തുടച്ചത് അന്യോന്യം കണ്ടിരിക്കേയില്ല. ആ നിഴലുകൾ ഇരുട്ടിൽ മായുന്നതുവരെ പാറുക്കുട്ടി ഉമ്മറത്തു നിന്നു. പിന്നെ അകത്ത് കടന്ന് വാതിലടച്ചു. വേദനയും ഭയവും നശിച്ചു കഴിഞ്ഞിരുന്നു. എന്തു വന്നാലും ഒന്നുമില്ലെന്ന ഒരു മരവിച്ച ബോധമുണ്ടായിരുന്നു മനസ്സിൽ ബാക്കി. നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. ഒഴുകിപ്പോകുന്ന ഒരു മരത്തടിയുടെ മുകളിൽ പറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ ഇരിക്കുകയാണ്. കൈവിട്ടാൽ കഴിഞ്ഞു. കൈവിരലുകൾ മരവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ചുഴിയിൽപ്പെട്ട് മരത്തടി ഒന്ന് തിരിഞ്ഞപ്പോൾ കൈവിട്ടുപോയി. അഗാധതയിലേക്ക് താഴുകയാണ്. അയ്യോ! അവൾ ഞെട്ടിയുണർന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു സ്വപ്നമായിരുന്നു. പായൽ എഴുന്നേറ്റിരുന്നപ്പോഴും ശരീരത്തിൻ്റെ വിറ മാറിയിരുന്നില്ല. വാതിൽ തുറന്ന് ഉമ്മറത്ത് വന്ന് നോക്കിയപ്പോൾ തല ചുറ്റുന്ന പോലെ തോന്നി. വെള്ളം കയറിയിരിക്കുന്നു. ചുറ്റും നോക്കിയപ്പോൾ വെള്ളമല്ലാതെ മറ്റൊന്നും കാണാനില്ല. കര കാണാ കടലിൻ്റെ നടുവിൽ അലിഞ്ഞു പോകുന്ന ഒരു തുരുത്തിൽ നിൽക്കുകയാണെന്ന് തോന്നിപ്പോയി. തലേന്ന് പച്ച കാണാമായിരുന്ന പാടം മുഴുവൻ വെള്ളമാണ്. പറമ്പുകളും നാറ്റുവെട്ടികളും കഴിഞ്ഞ് വെള്ളം പടി വരെ എത്തിയിരിക്കുന്നു. ഇന്നലെ നിറവയറായ നെല്ല് നിന്നിരുന്ന പാടങ്ങളിലൂടെയാണ് ഇപ്പോൾ തോണികൾ നീങ്ങുന്നത്. അയൽപ്പക്കത്തെ വീടുകളെല്ലാം ശൂന്യമാണ്. ശബ്ദമില്ല, പുകയില്ല. ദൂരെ വെള്ളം പൊങ്ങിയ വയലിലൂടെ നീങ്ങുന്ന കൊതുമ്പ് തോണികളിൽ വെളുപ്പ് പുള്ളികൾ മാത്രമാണ് കാണാവുന്ന മനുഷ്യർ. മഴ നിലച്ചിട്ടില്ല. രാത്രി ഇരമ്പി മറിഞ്ഞ കാറ്റ് ക്ഷീണിച്ചുറങ്ങുകയാവണം. തൊടിയിലെ വാഴകൾ മുഴുവൻ നിലംപൊത്തിയിരിക്കുന്നു. അതിർത്തിയിലുള്ള മുളകൾ ചാഞ്ഞും ചെരിഞ്ഞും കിടക്കുന്നു. ദൂരത്തെ പറമ്പുകളിൽ നിന്ന് കാറ്റ് ഒടിച്ചെടുത്തു കൊണ്ടുപോകുന്ന മാവിൻ ചില്ലകൾ മുറ്റത്തെ ചെളിയിൽ ചിതറിക്കിടക്കുന്നു. മൂത്താച്ചിയുടെ കൊട്ടിലിൻ്റെ മേൽക്കൂരയിൽ 3-4 ഓലക്കീറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വെള്ളം ഇനിയും കയറിയേക്കാം. നിലവിളിച്ചാൽ ആരും കേൾക്കില്ല. ഭയമല്ല, ശാന്തമായ ഒരു വേദനയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. ഇതായിരിക്കാം അവസാനം. തലേ ദിവസം ബാക്കിയായ ഒരു പിടി അരി അകത്തെ ഓലവെട്ടിയിൽ കിടപ്പുണ്ട്. പക്ഷേ അടുപ്പിൽ തീ പിടിപ്പിക്കാനും കഞ്ഞി വയ്ക്കാനും ഒന്നും തോന്നിയില്ല. അറ്റം കാണാത്ത ജലപ്പരപ്പിലേക്ക് നോക്കിക്കൊണ്ട് കുതിർന്നു പൊടിയാൻ തുടങ്ങിയ തിണ്ണയിൽ പിടിച്ചു നിന്നു. ആമിനുമ്മയുടെ തൊടിയിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. പടിക്കലെ തിണ്ടു പൊട്ടേണ്ട താമസമേയുള്ളൂ മുറ്റത്തേക്ക് വെള്ളം തിരക്കി കയറാൻ. ദൂരത്തെവിടെ നിന്നോ ഒരു ആടിൻ്റെ കരച്ചിൽ കേട്ടു. ദീനമായ സ്വരം. മരണം സമീപത്തെത്തിക്കഴിഞ്ഞത് ആ മൃഗം മനസ്സിലാക്കിയിരിക്കണം. അകലെ കൊതുമ്പ് തോണികൾ നീങ്ങുന്നു. ഒരാട്ടിൻകുട്ടിയുടെ നേർത്ത കരച്ചിൽ. ആട്ടിൻകുട്ടിയുടെ സ്വരം തന്നെയാണോ? മനുഷ്യക്കുഞ്ഞ് അമ്മയെ എന്ന് വിളിച്ചതാണോ? ഉച്ചയോടടുത്തപ്പോഴേക്കും കൊതുമ്പ് തോണികളും കാണാതായി. അനക്കമില്ല. ആടിൻ്റെയും ആട്ടിൻകുട്ടിയുടെയും കരച്ചിൽ കേൾക്കാനില്ല. ഇത് മരിച്ച വീട്ടിലെ നിശബ്ദതയല്ല, മരണം കാത്തിരിക്കുന്ന ഒരു മുറിക്കകത്തെ വെറുങ്ങലിപ്പാണ്. അതിലിടിയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. പടിക്കലെ തിണ്ടുപൊട്ടി. പട്ടിണി കിടന്ന പാമ്പുകളെ പോലെ ചുവന്നു കലങ്ങിയ വെള്ളം പഴുതുകളിലൂടെ മുറ്റത്തേക്ക് ഇരച്ചു കയറി. നോക്കിയിരിക്കുകയാണ്. തൊടിയും മുറ്റവും വെള്ളത്തിനടിയിലായത്. ഒതുക്കുകല്ലിൻ്റെ മുനമ്പ് വരെ എത്തിക്കഴിഞ്ഞു. അവസാനം അടുത്തെത്തിയിരിക്കുകയാണെന്ന് അവൾ ഉറപ്പിച്ചു. അകത്ത് കയറിയിരുന്നു. പുറത്തേക്ക് നോക്കാൻ ധൈര്യം വന്നില്ല. വെള്ളം കയറുകയാവും. ഏതാനും നിമിഷങ്ങളായിരിക്കും ഇനി ബാക്കി. സന്ധ്യയ്ക്ക് സമീപത്തു നിന്ന് ഒരു തകർച്ചയുടെ ശബ്ദം കേട്ടു. തെക്കുഭാഗത്തു നിന്നാണ്. ജനലിലൂടെ പഴുതിലൂടെ ഒന്നേ നോക്കിയുള്ളൂ. കൊട്ടിൽ വീണു കഴിഞ്ഞു. ഇരുട്ട് വന്നതോടെ മഴ നിന്നു. കാറ്റും മഴയും ശബ്ദവുമില്ല. ഇരുണ്ടു നനഞ്ഞ അന്തരീക്ഷം. വെള്ളം പുറത്തെ ഭിത്തികളിൽ പതുക്കെ മുട്ടുന്ന ശബ്ദം ഇടയ്ക്ക് കേൾക്കാം.
അവളുടെ മനസ്സ് രാത്രി പോലെ ഇരുണ്ടു മരവിച്ചു കഴിഞ്ഞിരുന്നു. പുറത്തെ ഭിത്തികളിൽ വെള്ളം തട്ടുന്ന ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കാം. കാലടി ഒച്ച പോലെ അടുത്തേക്ക് വരുന്ന കാലൊച്ച. ഒന്നും ആലോചിക്കരുതെന്നുണ്ട്. ചവിട്ടിപ്പോകുന്ന വഴിയിലേക്ക് നിയന്ത്രിച്ചിട്ടും നോക്കിപ്പോവുകയാണ്. ചില രൂപങ്ങളും ചിത്രങ്ങളും ഇടയ്ക്ക് തെളിയുകയും മായുകയും ചെയ്തു. ഒരു നാലുകെട്ട്, കൂറ്റൻ തൂണുകൾ കാവൽ നിൽക്കുന്ന നടുമുറ്റം, നടുവിലൊരു മുല്ലത്തറ, മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളും വിരിഞ്ഞ മാറുമുള്ള ഒരു മനുഷ്യൻ്റെ രൂപം. കാറുമൂടി കനത്തു നിൽക്കുന്ന ആകാശത്തിൻ്റെ ചുവട്ടിലൂടെ വിയർപ്പ് പൊടിയുന്ന ഒരു ചുമലിൽ വാടിക്കിടന്നുകൊണ്ട് നീങ്ങുന്ന ഒരു പെൺകിടാവ്. ചുരുണ്ട മുടിയും ഞരമ്പുകൾ കാണുന്ന നെറ്റിത്തടവുമുള്ള ഒരു മുഖം. അത് അകന്നകന്നു പോവുകയാണ്. നാളെ ശവം ഒഴുകി പോവുകയായിരിക്കും. വെള്ളം വാർന്നു കഴിയുമ്പോൾ ഏതെങ്കിലും മുള്ളുവേലിയിലോ കൈതക്കൂട്ടത്തിലോ തങ്ങി കിടക്കുന്നുണ്ടാവും. തിരിച്ചറിഞ്ഞെന്ന് വരില്ല. കണ്ടെടുക്കാൻ ആരും എത്തുകയില്ല. അവനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. വേദന സഹിക്കേണ്ടി വന്നപ്പോഴൊന്നും തളർന്നു പോയില്ല. അവൻ വേദന അറിയാതിരിക്കട്ടെ. ഇല്ലത്തെ ഉരുൾപ്പുരയിലെ ദാസിപ്പെണ്ണിൻ്റെ മകനായി പിറക്കേണ്ടിയിരുന്നില്ല. ആ പുണ്യ സുഖമായിരിക്കട്ടെ. അവൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഭഗവതി, അവന് നല്ലത് വരുത്തണേ. തലയിണയിൽ മുഖമമർത്തിക്കൊണ്ട് പായൽ കമിഴ്ന്നു കിടന്നു. ഉറങ്ങിയാൽ പിന്നെ ഒന്നും അറിയണ്ട. തണുത്ത കൈകൾ പോലെ വെള്ളം ദേഹത്തിൽ വന്ന് തട്ടുന്നതിന് മുമ്പ് ഉറങ്ങാൻ കഴിയണം. ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും ചുമരുകൾ കുതിർന്നു പൊളിഞ്ഞു വീഴുന്നത്. പിന്നെ ഏതാനും നിമിഷങ്ങളെ വേണ്ടി വരുള്ളൂ. ചെറുപ്പത്തിൽ ഉറക്കം വരാതെ കിടക്കുമ്പോൾ നമഃശിവായ ചെല്ലാനാണ് അമ്മ പറയുക. കണ്ണടച്ച് കിടന്നുകൊണ്ട് ജപിച്ചു. നമഃശിവായ നമഃശിവായ. ഭിത്തികൾ കുതിർന്നു നിൽക്കുകയാണ്. തണുത്ത കൈകൾ പോലെ അരിച്ചിരിച്ചു വരികയാണ്. നമഃശിവായ നമഃശിവായ. ശരീരം തളരുന്നത് പോലെ തോന്നി. അടയുന്ന കൺപോളകൾക്കകത്ത് വർണ്ണഗോളങ്ങൾ പൊട്ടിവിടരുന്നു. ആഴത്തിലേക്ക് താഴുകയാണ്. അപ്പോൾ പാറുക്കുട്ടിയമ്മേ. ശരീരവും മനസ്സും പിടഞ്ഞു. മനുഷ്യൻ്റെ ശബ്ദം. കണ്ണു തുറക്കാൻ വയ്യ. ശരീരം പഴന്തുണി പോലെ കുഴഞ്ഞിരിക്കുന്നു. പാറുക്കുട്ടിയമ്മേ. പ്രയാസപ്പെട്ട് കണ്ണുകൾ തുടർന്നു. പതുക്കെ എഴുന്നേറ്റു. ശരീരമാകെ കാറ്റിൽപ്പെട്ട ഓലത്തുമ്പ് പോലെ വിറയ്ക്കുകയായിരുന്നു. ശബ്ദിക്കാൻ വയ്യ. വിളക്ക് എവിടെയാണെന്ന് ഓർമ്മയില്ല. ബോധമില്ലാതെ വാതിൽക്കലേക്ക് നീങ്ങി. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വാതിലിൻ്റെ സാക്ഷി നീക്കി. ആരോ നിൽക്കുന്നു. പുറത്തും കണ്ണുകളും ഇരുട്ടാണ്. അമ്മേ. ഞാനാണ്, പേടിക്കണ്ട. ശങ്കരൻ നായർ. കാലടികൾ പതറി. അവസാനത്തെ വേരുമറ്റ് കടപുഴുങ്ങുന്നത് പോലെ ചെരിഞ്ഞു. താഴെ വീണില്ല. അതിനു മുമ്പ് കരുത്തുള്ള 2 കൈകൾ താങ്ങി. തോണി കൊണ്ടുവന്നിട്ടുണ്ട്, പോരൂ. സംസാരിക്കണമെന്നുണ്ട്. വയ്യ. ആകെ കുഴഞ്ഞു പോവുകയാണ്. ഞാൻ താങ്ങാം. അയാൾ വാരിയെടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി. പാറുക്കുട്ടി കണ്ണുകൾ തുറന്നപ്പോൾ ആദ്യം നടുക്കടലിലാണെന്ന് തോന്നി. ചുറ്റും കര കാണാത്ത വെള്ളം. പങ്കായം കുത്തിയെറിയുന്ന ശബ്ദം കേൾക്കാം. എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാവാൻ അല്പസമയം വേണ്ടി വന്നു. തോണിക്കകത്താണ്. ഒഴുക്കും ചുഴികളും കടക്കാൻ അയാൾ സർവശക്തിയും ഉപയോഗിച്ച് പങ്കായം എറിയുകയാണ്. ചൂടുള്ള വിയർപ്പ് തുള്ളികൾ മുഖത്ത് അടർന്നു വീണു. അപ്പോൾ അവൾക്ക് മനസ്സിലായി അയാളുടെ മടിയിൽ തല ചായ്ച്ചാണ് കിടക്കുന്നത്. തല പൊക്കുകയും നിവർന്നിരിക്കുകയും ചെയ്യാം. പക്ഷേ തല ഉയർത്താതെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ ചോദിച്ചു, എവിടേക്കാ പോണ്? വെള്ളം കയറാത്ത സ്ഥലത്തേക്ക്. തോണിക്കൊമ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു മരക്കുറ്റിയിൽ തട്ടാതിരിക്കാൻ പങ്കായം മറുവശത്തെറിഞ്ഞു തിരിക്കുന്നതിനിടയിൽ അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. ക്ലാസ്സിലേക്ക് വയസ്സൻ പ്യൂൺ കോയാമു ഒരു മെമ്മോ കൊണ്ടുവന്നു. രാമനാഥയ്യരുടെ ഹിസ്റ്ററി ക്ലാസ് ഉണ്ടായിരുന്നു. മാസ്റ്റർ മെമ്മോ വായിച്ചു. വി അപ്പുണ്ണി, ഹെഡ്മാഷ് വിളിക്കുന്നു. കുട്ടികളെല്ലാം അപ്പുണ്ണിയെ നോക്കി. അപ്പുണ്ണി പരിഭ്രമം പുറത്തു കാട്ടാതിരിക്കാൻ പ്രയാസപ്പെട്ടു. സാധാരണ എന്തെങ്കിലും കേസുണ്ടാക്കിയ കുട്ടികളെയാണ് ഓഫീസിലേക്ക് വിളിക്കുക. എന്നിട്ട് 2 കൈയിലും മതിയാവുന്നത് വരെ ചൂരൽ പ്രയോഗിക്കും. ചെറിയ കുറ്റങ്ങളാണെങ്കിൽ കുറേ ശകാരിക്കും. എന്നിട്ട് കൂർപ്പിച്ച പെൻസിൽ മുന ചേർത്ത് ചെവിക്ക് ഒരു പിടുത്തമുണ്ട്. അനുഭവിച്ചവരുടെ അഭിപ്രായത്തിൽ 12 ചൂരൽ പഴം വാങ്ങുന്നതിലും ഭയങ്കരമാണത്രേ ആ പിടുത്തം. എന്തിനാണാവോ? ആലോചിച്ചപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഭാസ്കരൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പോയി ഓഫീസിലേക്ക് കിടക്കുമ്പോൾ കാല് വിറച്ചിരുന്നു. ഹെഡ്മാസ്റ്റർ ചോദിച്ചു, എന്താണെടോ, പഠിക്കുന്നുണ്ടോ? ഉവ്. എന്നിട്ടാണ് ഹെഡ്മാസ്റ്റർ പറഞ്ഞത്, അവന് സ്കോളർഷിപ്പ് പാസ്സായിരിക്കുന്നു. മാസത്തിൽ 6 ഉറുപ്പിക. അരക്കൊല്ല പരീക്ഷയിൽ ഒന്നാമനായതുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ ഇനി ഫീസ് അടയ്ക്കണ്ട. 4 ഉറുപ്പിക 13 അണയും കഴിഞ്ഞ് 1 ഉറുപ്പിക 3 അണ ബാക്കി. മാസത്തിൽ 1 ഉറുപ്പിക 3 അണ സ്വന്തമായി കിട്ടുക. ഇവിടെ ഒപ്പിട്ടോ. ഒരു റവന്യൂ സ്റ്റാമ്പിൻ്റെ മുകളിൽ ഒപ്പുവെച്ചു.
പോരാൻ ഭാവിക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ ഒരു പിടി നോട്ട് നീട്ടി. കഴിഞ്ഞ 8 മാസത്തെ സംഖ്യ പാസ്സായിരിക്കുന്നു. 8×6 = 48. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് വാങ്ങുമ്പോൾ കൈ വിറയ്ക്കുകയായിരുന്നു. 47 ഉറുപ്പിക 15 അണയും കൊണ്ട് ഓഫീസിൽ നിന്ന് പുറത്തു കിടന്നപ്പോൾ താൻ വലിയൊരു മനുഷ്യനായിരിക്കുന്നു എന്ന് തോന്നി. നിത്യവും പ്രാർത്ഥിക്കാറുണ്ട്. തറവാട്ടിൽ വന്ന ശേഷം അച്ഛൻ്റെ മുമ്പിൽ നിന്നാണ്. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും. ഭഗവതി ആ തറവാട്ടിലുള്ളവരുടെ അമ്മയാണത്രേ. മച്ചിൽ കുടി വെച്ചിട്ടുണ്ട്. പണ്ട് ചോറ് കൊണ്ടുവന്ന് തന്ന അമ്മയാണ് എന്നാണ് ഭഗവതിയെ അമ്മമ്മ പറയാറുള്ളത്. അതൊരു പഴയ കഥയാണ്. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് തറവാട്ടിൽ ഒരു സ്ത്രീയും 6 മക്കളും മാത്രമേ ഉള്ളൂ. ആ സ്ത്രീ പശുവിനെ കറന്ന ദിവസവും അമ്പലത്തിൽ പാൽ കൊണ്ടുപോയി കൊടുക്കും. പുഴ കടന്നിട്ട് വേണം അമ്പലത്തിലെത്താൻ. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നേദ്യച്ചോറ് കൊണ്ടാണ് അവർ കഴിഞ്ഞിരുന്നത്. ഒരു തുലാമാസത്തിൽ പുഴ നിറഞ്ഞു. തോണി കിടക്കാൻ നിവർത്തിയില്ല. പുഴവക്കത്ത് പാൽപാത്രവുമായി കുറേ നേരം കാത്തുനിന്നു. ഒടുവിൽ വ്യസനത്തോടെ തിരിച്ചു പോന്നു. കുട്ടികൾക്കന്ന് രാത്രി ചോറില്ല. നിറകൊണ്ട പാതിരാക്കി ഉമ്മറവാതിൽക്കിൽ നിന്ന് ആരോ വിളിച്ചു. വാതിൽ തുറന്നപ്പോൾ ഒരു കൈ നീണ്ട് ഒരു ചെമ്പ് ചോറ് അകത്തേക്ക് നീട്ടിവെച്ചു. കുട്ടികളെ ഉണർത്തി ഇത് കൊടുക്കൂ. പട്ടിട്ട് മൂടിയ ഒരു രൂപം മച്ചിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നതും കണ്ടു. കാൽ ചിലമ്പുകളുടെ ശബ്ദം കേട്ടു അത്രേ. പിന്നെ കണ്ടില്ല. അത് ഭഗവതി ആയിരുന്നു അത്രേ. അതിൽ പിന്നെയാണ് തറവാട്ടിൽ അഭിവൃദ്ധി ഉണ്ടായത്. അന്ന് അവന് ഭഗവതിയിലും എല്ലാ ദൈവങ്ങളിലും വിശ്വാസം തോന്നി. ഫീസിൻ്റെ തീയതി അടുത്തു വരുന്തോറും അകം പതയ്ക്കുകയായിരുന്നു. 4 ഉറുപ്പിക 13 അണ ആരു തരും? അന്നാണ് കുട്ടികളുടെ ഇടയിൽ യോഗ്യനായത്. കീശയിൽ 47 ഉറുപ്പിക 15 അണയുണ്ട്. എത്രയും പണം അവൻ മുമ്പ് തൊട്ടിട്ടില്ല. വീട്ടിലെത്തിയപ്പോൾ തനിക്ക് മുമ്പേ ആ വാർത്ത അവിടെ എത്തിയിരിക്കുന്നു. ഭാസ്കരൻ പറഞ്ഞതാവും. അന്ന് വലിയമ്മ അല്പം സ്നേഹം കാട്ടി. ഉണ്ണാൻ ഭാസ്കരനും മറ്റും ഇരുന്നപ്പോൾ വലിയമ്മയാണ് അവനെ വിളിച്ചത്. 47 ഉറുപ്പിക 15 അണയ്ക്ക് ഇത്ര വിലയുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നില്ല. രാത്രിയിൽ അമ്മമ്മ പറഞ്ഞു, ആ കാശ് നാനാവിധമാക്കരുത്, അമ്മമ്മ എടുത്തു വയ്ക്കാം. അങ്ങനെയാണ് പുതിയ 2 കുപ്പായം ഉണ്ടായത്. അമ്മമ്മ അതിൽ നിന്ന് ആട്ടിൻതല വാങ്ങാനും കുഴമ്പിനുമായി കുറച്ച് പണം എടുത്തു. ബാക്കി കുട്ടമ്മാമ്മ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയെന്ന് പിന്നീട് അറിഞ്ഞു. അതിലൊന്നും അവന് വിഷമം തോന്നിയില്ല. പെട്ടെന്ന് ധനികനായതിനെ പോലെ തോന്നി. കുട്ടമ്മാമ്മ തൻ്റെ കടക്കാരനാണ്. അമ്മമ്മ തൻ്റെ കാശ് അനുഭവിച്ചിട്ടുണ്ട്. സൂപ്പ് കുടിക്കാനിരുന്നപ്പോൾ അമ്മമ്മ നിത്യവും പറയാറുണ്ട്, വയ്യാത്ത കാലത്ത് ഓനെക്കൊണ്ട് എനിക്ക് ഗുണമുണ്ടായത്. അതിൻ്റെ ഇടയ്ക്ക് ഭാഗകാര്യം പുകയുകയായിരുന്നു. കുറേ ദിവസമായി സംസാരം തുടങ്ങിയിട്ട് ഒരിടത്തും എത്തിയിട്ടില്ല. ഭാഗിക്കണമെന്ന് കേൾക്കാൻ തുടങ്ങിയത് മുതൽക്ക് വലിയമ്മ പറയുന്നുണ്ട്, നിക്കും എൻ്റെ കുട്ടികൾക്കുള്ളത് എന്താ വെച്ചാൽ വേറെ തന്നാൽ മതി. മീനാക്ഷി അടുത്തേക്കും ചെറിയച്ഛനും അഭിപ്രായമൊന്നുമില്ല. സങ്കടം മുഴുവൻ അമ്മമ്മയ്ക്കാണ്. ഇതും എൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നൂലോ. ഉമ്മറത്ത് നിന്ന് നാട്ടുകാര്യസ്ഥന്മാരുടെ സംഭാഷണം തുടങ്ങിയാൽ അമ്മമ്മ പറയും, നിക്ക് ഈ തറവാട്ടിൽ കിടന്ന് കണ്ണടയ്ക്കണമെന്നുണ്ട്. അപ്പുണ്ണി എന്ന ഒരംഗം 4 കെട്ടിനകത്ത് ജീവിക്കുന്നുണ്ടെന്ന കാര്യം വലിയമ്മാമ്മ തീരെ മറന്ന പോലെയാണ്. അവനെ നേരിട്ട് കാണാതിരിക്കാൻ വലിയമ്മാമ്മ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അവനും കാണാതെ കഴിക്കണമെന്നാണ് ആഗ്രഹം. വീട്ടിനകത്ത് ആളുകളുണ്ടെങ്കിലും താൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന ബോധം അവനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. അവൻ്റെ പേർ ആരും ഉച്ചത്തിൽ വിളിക്കാറില്ല. രാവിലെ കഞ്ഞി കുടിച്ചാൽ സ്കൂളിൽ പോകുന്നു. വൈകുന്നേരം തിരിച്ചു വരുന്നു. തൊടിയിലെ കുളത്തിൽ തന്നെ കുളിക്കും. തെക്കിനിയിൽ നടുമുറ്റത്തിൽ വക്കിൽ തൂക്കിയിട്ട ഭസ്മക്കൊട്ടയിൽ നിന്ന് ഒരു നുള്ളു ഭസ്മം എടുത്ത് കുറിയിട്ട് മച്ചിൻ്റെ മുമ്പിൽ ചെന്ന് തൊഴുത് നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ വായിക്കാനിരിക്കും. ആർക്കും അവനോടൊന്നും ചോദിക്കാനില്ല, പറയാനുമില്ല. വലിയമ്മയുടെ വിഷമം മുഴുവൻ അവൻ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ്. അവർ തന്നോട് തന്നെ ഉറക്കെ പറയാറുണ്ട്, നശിക്കാനുള്ള സ്ഥല, അടിച്ചത് വാരിയതും ഒക്കെ വന്നു കൂടട്ടെ. ഇടയ്ക്ക് സംസാരിക്കാൻ അടുത്തു വരുന്നത് മാളുവാണ്. അവൾക്ക് ചില പുന്നാരങ്ങൾ ചോദിക്കാനുണ്ട്. പാഠം വായിക്കുമ്പോൾ അവൾ അടുത്ത് വന്ന് ചിലപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കും. അത് അവന് ഇഷ്ടമാവുന്നില്ല. പകൽ നടന്നതെല്ലാം വൈകുന്നേരം പറയുന്നത് അവളാണ്. കറുത്തു മെലിഞ്ഞ കൂർത്ത മുഖമുള്ള ആ പെണ്ണിനെ എന്തോ അവന് ഇഷ്ടമല്ല. അവൾ പാവമാണെന്നറിയാം. എന്നാലും അവൾ സ്നേഹം കാട്ടാൻ തുടങ്ങുമ്പോൾ അവന് ദേഷ്യം തോന്നും. അടുക്കളയിൽ പണിയില്ലാത്ത നേരം നോക്കി അവൾ അടുത്തു പറ്റിക്കൂടും. അപ്പുണ്ണിയേട്ടൻ എന്താ ചെയ്യണ്? അപ്പുണ്ണിയേട്ടൻ എന്താ വരയ്ക്കണ്? അവളും ഈ വീട്ടിൽ തന്നെപ്പോലെ ഒരധികപ്പറ്റാണ്. അവൾക്ക് ഒരുപാട് പണിയുണ്ട്. എപ്പോഴും മുഷിഞ്ഞ മുണ്ടും ബ്ലൗസുമായിട്ടേ അവളെ കാണാറുള്ളൂ.
തങ്കയെടുത്തിക്കും അമ്മിണിയെടുത്തിക്കും പട്ടുകൊണ്ടുള്ള കുപ്പായങ്ങളുണ്ട്. അവർ അരികത്തുകൂടെ കടന്നു പോകുമ്പോൾ നല്ല മണമുണ്ട്. കാച്ചിയ എണ്ണയുടെ, ചന്ദനത്തിൻ്റെ, മട്ടിപ്പശയുടെ, കൈതപ്പൂവിൻ്റെ. മാളു അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ നനച്ചു നിവർത്താതെ ഇട്ട തുണിയുടെ മണമാണ്. ഇടയ്ക്ക് മാത്രമേ അമ്മിണിയെടുത്തി സ്വന്തം വീട്ടിലേക്ക് പോവുകയുള്ളൂ. 4-5 ദിവസം കഴിഞ്ഞാൽ തിരികെ വരികയും ചെയ്യും. വലിയ മാമയ്ക്ക് കൂടെ മക്കൾ ആരെങ്കിലും വേണം. മുമ്പ് ദേവകിയെടുത്തിയായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയ ശേഷം അമ്മിണിയെടുത്തി വന്നു. അമ്മായി കുറേ കാലമായി അധികവും ഇവിടെ വന്ന് പാർക്കുക പതിവില്ല. കഴിഞ്ഞ തിരുവാതിരയ്ക്ക് മുമ്പ് ഒരാഴ്ച വന്ന് താമസിച്ചതാണ്. ഒരിക്കൽ ഷർട്ട് നനച്ച് ഉണങ്ങാൻ ഇട്ടിരിക്കുകയായിരുന്നു. അകത്തിരിക്കുമ്പോൾ ഒന്നും ഇടാറില്ല. വെറുതെ ബനിയൻ എടുത്തിട്ട് മുറ്റത്ത് നടക്കുമ്പോൾ അമ്മിണിയെടുത്തി പറയുകയാണ്, അപ്പുണ്ണിക്ക് ബനിയൻ ഇട്ടാലാണ് ഭംഗി. അവരോട് സംസാരിക്കാൻ അവന് മടിയാണ്. ചിലപ്പോൾ അവർ അടുത്തു വരും. ആകെ ഒരു അമ്പരപ്പാണ് അവന് തോന്നുക. അവരെ നോക്കുമ്പോഴെല്ലാം മുന്നിൽ കാണുന്ന ആ രൂപം മാഞ്ഞ് അവിടെ നിലവിളക്കുകളുടെ പ്രകാശത്തിൽ മാറുമറയ്ക്കാതെ ഞൊറിഞ്ഞൊടുത്തിരുന്ന് കയ്യിൽ കവുങ്ങിൻ പൂക്കുല പിടിച്ച് ആടി ഉലയുന്ന ഒരു സർപ്പപ്പെണ്ണിൻ്റെ ചിത്രമാണ് ഓർമ്മ വരിക. വൈകുന്നേരം വലിയമ്മാമ പടിക്കൽ നടക്കാനിറങ്ങിയാൽ പത്തായപ്പുരയുടെ പടിഞ്ഞാറേ മുറ്റത്ത് മുടിയഴിച്ച് വേർപ്പെടുത്തിക്കൊണ്ട് അമ്മിണിയെടുത്തി നിൽക്കും. അവർ കാണാതെ അപ്പോൾ അവരെ നോക്കിയിരിക്കാനാണ് കൗതുകം തോന്നുക. അനങ്ങുമ്പോൾ പുളഞ്ഞു മിനുങ്ങുന്ന നീലപ്പട്ടിൻ്റെ ജാക്കറ്റ്, പിന്നുകുത്താത്ത താഴത്തെ പുളിയിലൂടെ കുമ്പാളയുടെ നിറമുള്ള വയർ കാണാം. സർപ്പത്തുള്ളലിനെ കണ്ടപ്പോഴത്തേതിലും അധികം അവർ തടിച്ചിട്ടുണ്ട്. പാതി അടഞ്ഞ കണ്ണുകൾ പോക്കുവയിൽ തട്ടി വാഴത്തോപ്പിനുള്ളിൽ വെറുതെ സഞ്ചരിക്കുകയാവും. ചുവന്ന കുപ്പിവളയിട്ട കൈത്തണ്ടകളിൽ എപ്പോഴും നനവുണ്ടെന്ന് തോന്നും കണ്ടാൽ. തലമുടി വേർപ്പെടുത്തുമ്പോൾ കുപ്പിവളകൾ ഒച്ചകൂട്ടും. അവർ മുന്നിൽ വന്ന് നിന്നാൽ നേരെ മുഖത്ത് നോക്കാൻ പ്രയാസം തോന്നും. നിന്ദയോടെ പകയോടെ നോക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. വലിയമ്മാമയുടെ ഓമന മകൾ വന്നിരിക്കുന്നു. തന്നെ കഠിനമായി വെറുക്കുന്ന ആ മനുഷ്യൻ്റെ ഏറ്റവും ഇളയ മകൾ. വലിയമ്മാമയോടുള്ള വെറുപ്പ് മുഴുവൻ അവരോട് കാണിക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ മുന്നിലെത്തുമ്പോൾ മുഖമുയർത്താൻ വയ്യ. അകലെ നിന്ന് കാണുവാൻ രസമുണ്ട്. ചുമലിലൂടെ മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടിച്ചുരുളുകൾ അനങ്ങുമ്പോൾ പാറത്ത് കറുത്തു മിന്നുന്ന സർപ്പങ്ങൾ പിടയുകയാണെന്ന് തോന്നും. മൂക്കിന് താഴെ കുനുത്ത നിൽക്കുന്ന നീല ചായയുള്ള നനുത്ത രോമങ്ങൾ. പാതിയിടഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ അവർ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നതും നടക്കുന്നതും എന്ന് സംശയിക്കും. സന്ധ്യയ്ക്ക് പടിഞ്ഞാറേ മുറ്റത്ത് അവർ നിൽക്കുമ്പോൾ സർപ്പക്കാവുകളിൽ നാഗങ്ങൾ ഫണം വിരിച്ച് ആടി നിൽക്കുന്നുണ്ടാവും. സർപ്പങ്ങൾക്ക് സുന്ദരികളായ പെൺകിടാങ്ങളെ ഇഷ്ടമാണ്. ഭംഗിയുള്ള ഒരു സർപ്പമാണ് അമ്മിണിയെടുത്തി. അകലെ നിന്നുകൊണ്ട് അതും പടം വിടർത്തി നിൽക്കുന്നത് കാണാൻ രസമുണ്ട്. അടുക്കാൻ താൻ ഭയപ്പെടുന്നു. ഒരു സന്ധ്യയ്ക്ക് വാതിലിൻ്റെ മേൽപ്പടിമേൽ നിന്ന് കിട്ടിയ ഒരു കടലാസ് കൊണ്ട് ഇംഗ്ലീഷ് പുസ്തകം പൊതിയുകയായിരുന്നു. അപ്പോൾ അമ്മിണിയെടുത്തി തൊട്ടു പിന്നിൽ വന്ന് നിന്നു. അപ്പുണ്ണി എന്താ ചെയ്യണ്? പൊതിയുന്നതിലൊന്ന് ശ്രദ്ധ പിൻവലിക്കാതെ പറഞ്ഞു, ഒന്നുമില്ല. അപ്പുണ്ണിയുടെ പുസ്തകം നോക്കട്ടെ. അവർ അടുത്ത് മുട്ടുകുത്തി നിന്നപ്പോൾ തലയിൽ ചൂടിയ കുടമുല്ല പൂക്കളുടെ സുഖകരമായ മണം വന്നു. പൊതിഞ്ഞു കഴിഞ്ഞ പുസ്തകം അവൻ താഴെ വെച്ചു. അവരത് കയ്യിലെടുത്തു. അമ്മിണിയെടുത്തി 5 വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാ. അക്കാര്യത്തിൽ അവൻ അഭിമാനം തോന്നി. ഇംഗ്ലീഷ് വായിക്കാം, എഴുതാം. പുസ്തകത്തിൻ്റെ താളുകൾ മറച്ചു നോക്കിക്കൊണ്ട് അമ്മിണിയെടുത്തി ചോദിച്ചു, ഇതൊക്കെ അപ്പുണ്ണി വായിക്കുമോ? ഒന്ന് വായിക്കൂ, കേൾക്കട്ടെ. അത് വയ്യ. മറ്റൊരാൾക്ക് കേൾക്കാൻ വേണ്ടി വായിക്കുക. വായന കേൾക്കാൻ എത്ര രസമുണ്ടോ? വായിച്ച് തൻ്റെ അറിവ് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ലജ്ജ തോന്നി. ഇത് ആരുടെ ചിത്ര? ഒരു പേജ് മറിച്ച് കാണിച്ചുകൊണ്ട് അവർ ചോദിച്ചു. അപ്പുണ്ണി പറഞ്ഞു, റാണി ലക്ഷ്മിബായി. ഏതാ ലക്ഷ്മിബായി? ലക്ഷ്മിബായി ആരാണെന്നറിയില്ല അത്രേ. ഝാൻസി റാണിയുടെ കഥ മുഴുവൻ അറിയാം. എന്തിനതൊക്കെ വിവരിക്കുന്നു? ഒരു റാണിയാണ് പണ്ടത്തെ എന്നു മാത്രം പറഞ്ഞു. ഇത് പറക്കുന്ന കുതിരയുടെ കഥ. രാജകുമാരനും രാജകുമാരിയും കുതിരപ്പുറത്ത് പോവുകയാണ്. എവിടേക്കാ അപ്പുണ്ണി പോയത്? രാജകുമാരൻ്റെ സ്വന്തം രാജ്യത്തിലേക്ക്. എന്നിട്ട് രാജകുമാരൻ രാജകുമാരിയെ കല്യാണം കഴിച്ചു. എന്നിട്ട് സുഖമായി ജീവിച്ചു. എന്താണ് ഇനി പറയേണ്ടതെന്നറിയാതെ അവൻ പൊടുന്നനെ നിശബ്ദനായി പോയി. അമ്മിണിയെടുത്തി പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അവനും ചിരിച്ചുപോയി. പക്ഷേ വേഗം ചിരിയടക്കി. അവൻ്റെ ചുമലിൽ അമർത്തി പിടിച്ചുകൊണ്ടാണ് അവർ എഴുന്നേറ്റത്. വീണ്ടും കുടമുല്ല പൂക്കളുടെ മണം. അപ്പുണ്ണിക്ക് ഈ കഥയൊക്കെ അറിയില്ലേ? ഒക്കെ പഠിക്കാനുള്ളതാണ്. എന്നിട്ടാ നിൽക്കൊന്ന് പറഞ്ഞു തരാത്തത്? അത് ചോദിക്കുമ്പോൾ അവർ ചെറിയ കുട്ടിയാണെന്ന് തൽക്കാലം തോന്നിപ്പോയി. എങ്കിലും അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. എന്താ അപ്പുണ്ണി ഒന്നും മിണ്ടാത്തത്? അതിനും അവൻ മറുപടി പറഞ്ഞില്ല. അപ്പുണ്ണിക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നുമില്ല. അവർ എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു. പിന്നെ പതുക്കെ വടക്കിനിലേക്ക് പോയി.